നമുക്ക് യൂട്യൂബുകളിലും പലയിടങ്ങളിലും കിട്ടുമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാകാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒരുപാട് പോയിന്റുകൾ നമ്മൾ കേൾക്കും. പക്ഷെ അത് നമ്മുടെ മകനിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മുടെ മകനെ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് പലപ്പോഴും കാണുന്നില്ല എന്ന് പലരും ആശങ്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുപക്ഷെ അത് നമ്മുടെ മകന് അനുയോജ്യമായ രൂപത്തിലായിരിക്കുകയില്ല നമുക്ക് കിട്ടിയ കണ്ടന്റുകൾ. അപ്പൊ അത് നമ്മുടെ മക്കളുടെ നിലവിലുള്ള സാഹചര്യവും, സ്വഭാവവും, പെരുമാറ്റവും, അവസ്ഥകളൊക്കെ പറഞ്ഞ് അതിന് നേരിട്ട് സൊല്യൂഷൻ കാണാൻ പറ്റുന്ന ഒരു സെഷനുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പാരന്റിങ്ങുകൾ വരുന്നത്. അത് പരമാവധി നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് അവിടെ നമ്മുടെ രാമനാട്ടുകര ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഉസ്താദ് സംസാരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഇവിടെ ചർച്ച നമുക്ക് അറിയിക്കാനുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട മുഅ്മിനീൻ ഉസ്താദിന് വേണ്ടിയുള്ള ഒരു ദുആ നടക്കണം. അതുപോലെ തന്നെ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പാരന്റിങ് വിശാലമായ അർത്ഥത്തിലുള്ള പല നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള നമ്മുടെ പാരന്റിങ് അത് നമ്മൾ ആരംഭിക്കുന്നു. അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതുമായി പ്രതികരിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. മറ്റൊന്ന്, നമ്മുടെ സ്ഥാപനം നടന്ന് ഏകദേശം 1.5 മാസം 2 മാസക്കാലമാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പൊ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിലുള്ള മാറ്റങ്ങൾ പ്രധാനമായും അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും അത് നന്നായി ഷെയർ ചെയ്യുകയും, അത്തരം മാറ്റങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഉസ്താദുമാരെ വിളിച്ചോ ഗ്രൂപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിട്ടോ ഒക്കെ ഷെയർ ചെയ്യുന്നത് നല്ലൊരു സ്വഭാവമാണ്. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നമുക്ക് അല്ലാഹു തആല തരുന്ന ഓരോ നിഅമത്തുകൾ അത് നമ്മൾ എടുത്തു പറഞ്ഞ് അതിന് ശുക്ർ ചെയ്യല് അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ശുക്ർ ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് നന്ദി സൂചകമായി നമ്മൾ അത് എടുത്തു പറയുന്നുണ്ടെങ്കിൽ, അള്ളാഹു ആ വിഷയത്തിൽ വീണ്ടും ഒരുപാട് വർധനവുകൾ നമുക്ക് തരും. അതിനെ അവഗണിച്ചാൽ നമുക്ക് അതിന്റെ അപകടങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത്തരം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ തൗഫീഖ് കൊണ്ട് നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന സ്വഭാവത്തിലെ നല്ല നല്ല മാറ്റങ്ങൾ നമ്മൾ എടുത്തു പറയുകയും ഉസ്താദുമാരെ സന്തോഷങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അതും നിർബന്ധമായും ഉസ്താദുമാരെ നിങ്ങൾ അറിയിക്കണം. പേഴ്സണലായി വിളിച്ച് അവൻ ഇങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് നിങ്ങൾ ലൈവായി ഉസ്താദുമാരോട് ചോദിച്ച് തന്നെ പരിഹാരങ്ങൾ ചോദിക്കണം, ഉസ്താദുമാരെ ഉണർത്തണം. ഒരുപക്ഷെ ചിലപ്പോ നമ്മുടെ ക്യാമ്പസുകളിൽ നിൽക്കുമ്പോൾ, ഉസ്താദുമാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ നല്ല മാറ്റങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടാകാം. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും നമ്മൾക്ക് ഇവിടുന്ന് കണ്ട ഒരു സിറ്റുവേഷൻ അല്ലാതിരിക്കാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദുമാരെ മാന്യമായി വളരെ സന്തോഷത്തോടു കൂടി വിളിച്ച് ഇതിന് പരിഹാരത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ സമയം കവർന്നെടുക്കുകയല്ല. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ അവർ നമ്മോട് സംസാരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ച് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി നമ്മൾ കബൂലാക്കട്ടെ. നമ്മുടെ മക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല സ്വാലിഹീങ്ങളായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇപ്പോ 50ഓളം രക്ഷിതാക്കൾ ഇതിലുണ്ട് അല്ലേ? അതെ, 2 ക്യാമ്പസിലുള്ള രക്ഷിതാക്കൾ. ഓക്കെ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ ചെറിയ കാലയളവിനിടയിൽ ഒരു വലിയ ഒരു സംരംഭത്തിൻ്റെ 1ാം ഘട്ടത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിച്ചു. അതിൽ ശ്രമകരമായ കുറേ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ കുറേ ചലനങ്ങൾ നമ്മൾ ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട്. ആ ചലനങ്ങളെക്കുറിച്ചെല്ലാം രക്ഷിതാക്കളെ തത്സമയം
അറിയിക്കുകയും രക്ഷിതാക്കളെയും കൂടെ നമ്മുടെ കൂടെ തന്നെ നിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ പ്ലാന്, നമ്മുടെ രീതിശാസ്ത്രം അങ്ങനെയാണ്. അതിൽ ഒരുപക്ഷെ എല്ലാ ആഴ്ചയിലൊക്കെ വിളിച്ചു കൂട്ടണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്നിച്ചിരിക്കണം എന്നൊക്കെ ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. അതിൽ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയുമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിൽ തന്നെ നമ്മുടെ മക്കളെ പറ്റി വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്ന രീതിയിൽ ചെറുതായി ഒരു അരമണിക്കൂർ ഒന്ന് ഒന്നിച്ചിരുന്നാൽ രക്ഷിതാക്കൾക്ക് അതൊരാശ്വാസമാണ്. അതുപോലെ രക്ഷിതാക്കൾക്ക് നമ്മുടെ മക്കളെ പറ്റിയുള്ള പറയാൻ, അവർക്ക് പങ്കുവെക്കണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും മക്കളുടെ പുരോഗതിയെക്കുറിച്ച് അറിയാനും, എന്നിട്ട് തുടർന്നുള്ള മുന്നോട്ട് പോക്കിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഏതൊക്കെ നിലപാടാണ് സ്വീകരിക്കുന്നത്, ഏതൊക്കെ രീതിശാസ്ത്രങ്ങളാണ് സ്വീകരിക്കുന്നത്, ഈ വിഷയങ്ങളൊക്കെ അവരറിയാനും പറ്റുന്ന രീതിയിൽ ഉള്ള ഒത്തുചേരലാണ് രക്ഷിതാക്കളോട് ചേർന്നിട്ട് ഒത്തുചേരലാണ് നമ്മൾ ഈ ഒരു സംവിധാനം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. കൂടെ നമ്മൾ ഹാപ്പി സോണിൻ്റെ ഇൻഷാ അല്ലാഹ് ഇപ്പം ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, മറ്റൊരു ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ഈ വിഷയം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അധികം വൈകാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു ചലനത്തിനിടയിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഴിയാവുന്ന മക്കളുടെ ചെലവുകളൊക്കെ നമ്മളും ഏറ്റെടുക്കാം, അല്ലെങ്കിൽ നമുക്കും കൂടി അതിൽ പങ്കാളിത്തം വേണം. നമ്മളെ കഴിവിനനുസരിച്ച്, നമ്മളെ തോക്കത്തിനനുസരിച്ച് നമുക്കും അതിൽ പങ്കാളികളാകണം. ഇൽമു പഠിക്കുകയല്ലേ മക്കള്, അതിൽ ഒരു വിഹിതം നമ്മളും പറ്റാം. മക്കളുടെ അവരുടെ ചെലവോ ഇനി അതല്ല അവരുടെ ചെലവിൻ്റെ പകുതിയോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടേത് കൂടിയോ, അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് താല്പര്യമുള്ളത്. അങ്ങനെ ഒരിക്കലും നിർബന്ധപൂർവമുള്ള ഒരു പിരിവോ നിർബന്ധപൂർവമുള്ള ഒരു ഫീസോ അങ്ങനെ നമ്മൾ ഒരിക്കലും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പകരം നമ്മുടെ മക്കൾ ഇൽമു പഠിക്കുകയും വളരുകയും ഉയരുകയും ചെയ്യുമ്പോൾ അതിന് ഒരു പറ്റം പണ്ഡിതന്മാർ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും കൂടി അതിൻ്റെ ഭാഗമാക്കാകണം എന്നാഗ്രഹിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. പലപ്പോഴും അവർ രക്ഷിതാക്കൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് അതിന് അവസരം നൽകുകയൊക്കെ ചെയ്ത് അവരെയും കൂടെ നിർത്തി നമ്മളൊന്നിച്ച്, മക്കളും നമ്മളൊക്കെ ഒന്നിച്ച് ഒരു ദീനീ ചലനം നടത്തുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. നമുക്കാകാവുന്ന ശ്രമങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുന്നു. അങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന മൂല്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നടപ്പിലാക്കേണ്ട രീതികളൊക്കെ പങ്കുവെച്ച് അങ്ങനെ പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടി മാത്രം പഠിക്കലല്ല, കുട്ടി പഠിക്കുന്നു, അതുപോലെ കുട്ടി പഠിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ നടപ്പിലാക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഒരു പ്രകമ്പനം, അതിൻ്റെ ഒരു പ്രതിധ്വനി ഉണ്ടാക്കി തീർക്കുന്നു. അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സംവിധാനം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും, വളരെ എളുപ്പമാണ്. അതിന് പറ്റിയ താല്പര്യമുള്ള രക്ഷിതാക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ഒന്നിച്ചാകുമ്പോൾ അത് പല പ്രതിസന്ധികൾക്കുള്ള പരിഹാരവുമാണ്. അത് ആഴ്ചതോറും നമ്മൾ ഒന്നിച്ചിരിക്കുന്നൊരു സാഹചര്യം ആയിക്കിട്ടിയാൽ, പെട്ടെന്നൊരു പക്ഷെ ആയിക്കൊള്ളണമെന്നില്ല, ഘട്ടം ഘട്ടമായി അങ്ങനെ ആയാൽ മതി. അങ്ങനെ ആയാൽ അതൊരു വലിയ നേട്ടമായി മാറും, അതൊരു വലിയ പുരോഗതിയായി മാറും. അതിൽ ചെറിയ പരിഭവങ്ങളോ പരാതികളോ ഒക്കെ സ്വാഭാവികമായും, ഒരു 3 കുട്ടികളുള്ള ഒരു കുടുംബത്തിൽ, ഒരു ഫാമിലിയിൽ നമ്മൾ നേരിടുന്ന എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധിയാണ് 3 കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്കറിയാം. അങ്ങനത്തതും 30, 40 ഒക്കെ വിദ്യാർത്ഥികളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും. ആ അഭിമുഖീകരിക്കുന്ന സമയത്ത് അതെല്ലാം നമ്മൾ ഒന്നിച്ച് നിന്ന് പരിഹരിച്ച് മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ ഫത്ഹ് തരാനും പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം തരാനും ഒക്കെ അതൊരു ശ്രമമായി, അതൊരു കാരണമായി സ്വീകരിക്കുന്ന ഒരു സൽക്രമമായി മാറും. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ കാലയളവിൽ തന്നെ ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ
നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ചെറിയ പ്രതിസന്ധികളാണ് നമ്മൾ അനുഭവിച്ചത്. ചെറിയ ചെറിയ പരിമിതികൾ, ചെറുതല്ല പരിമിതികൾ, നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് മേലെ പരിമിതികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഭൗതിക പരിമിതികൾ, ഭൗതിക സൗകര്യങ്ങളിലെ പരിമിതികൾ അനുഭവിക്കുന്നുണ്ട്. അതും ഇൻഷാ അല്ലാഹ് നമ്മൾ ചേർന്ന് നിന്നാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ രക്ഷിതാക്കളുടെയും വ്യക്തിപരമായ ദുആകളിലൊക്കെ നമ്മുടെ സ്ഥാപനം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി സന്തോഷത്തോടെ ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്, ആവശ്യപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ഈ സംവിധാനമൊക്കെ ഒരു സന്തോഷമുള്ള വലിയൊരു കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷിച്ചതല്ലാത്തൊന്ന് കാണുമ്പോഴേക്ക് വെപ്രാളപ്പെടാതിരിക്കുക. ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസം കൈമാറാനുള്ള ഒരു ഓപ്പറേഷണൽ പ്രൊസീജിയർ ഉണ്ട്, അതായത് ഒരു നടപടിക്രമമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മളെ കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധി നമ്മൾ കാണുമ്പോൾ, ഒരു സൗകര്യമോ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ കാണുമ്പോൾ അത് ഉസ്താദിനെ അറിയിച്ചിട്ട് വല്ല പരിഹാരം ആകാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതാത് സ്ഥാപനത്തിലെ ഉസ്താദന്മാരെ അറിയിച്ചിട്ട് ഒരു പ്രതിസന്ധി ആകാതിരിക്കും അൻവർ ഉസ്താദിനെ അറിയിച്ചിട്ട് അവിടെ ഒരു പരിഹാരം ആകാതിരിക്കും എന്നെയോ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്കത് ആ ഒരു ഘട്ടത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഒരു പ്രതിസന്ധി ഒരു രക്ഷിതാവിന് അങ്ങനെ അനുഭവപ്പെട്ടാൽ അത് മറ്റൊരു രക്ഷിതാവിനോട് പറയുമ്പോൾ ആ രക്ഷിതാവിന് ഒരു പക്ഷേ പരിഹരിക്കാൻ കഴിഞ്ഞോളന്നില്ല എന്ന് മാത്രമല്ല, അത് മറ്റൊരാളോട് പറയുമ്പോഴേക്ക് അർത്ഥം മാറും. അപ്പം എന്തും അങ്ങനെയാണല്ലോ, ഒരു സത്യം തന്നെ സ്ഥാനം മാറുമ്പോൾ ആകെ കോലക്കേടാകും. ഇപ്പം ഞാനെപ്പോഴും ഉദാഹരണം പറയാറുണ്ട്, നമ്മളെ കണ്ണ് മുഖത്തിരിക്കുമ്പോൾ അതൊരു ഭംഗിയാണ്, പക്ഷെ അത് മാറിയിട്ട് അതെടുത്തൊരു പ്ലേറ്റിലിട്ടാൽ ഭയങ്കര ഭീകരമായൊരു അവയവമായിട്ട് അത് മാറും. അതുപോലെയാണ് സത്യങ്ങൾ. എന്ത് ചെയ്യരുത്, പറയേണ്ടിടത്ത് പറഞ്ഞാൽ അത് ഭംഗിയാണ്, അതേസമയത്ത് സ്ഥാനം മാറി പറഞ്ഞാൽ അതൊരു വല്ലാത്ത അപകടമാണ്, അത് ഭയങ്കര ഒരു ഭീകരമായി മാറും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെ ശരി ഉദ്ദേശിച്ച് പറയാനും ശരിക്കു വേണ്ടി പറയാനും കഴിയണമല്ലോ. അൽഹംദുലില്ലാ നമ്മുടെ രക്ഷിതാക്കളെയൊക്കെ അൻവർ ഉസ്താദ് അതുപോലെ അതാത് സ്ഥാപനത്തിലെ ഉസ്താദുമാർ കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നിച്ച് നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകണം. നമ്മുടെ വിഷയം എന്തെങ്കിലും ഒരു വ്യക്തിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഉയർന്നു വരലാണ്. അതിൽ അബ്ദുൽ ഹക്കീം സത്താഫി ഒരു മാറ്റർ അല്ല, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു വ്യക്തി ഒരു മാറ്റർ അല്ല. വ്യക്തി ഒരു വഴി മാത്രമാണ്, ഒരു സബബ് മാത്രമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അത് നമുക്കും മക്കൾക്കും നാടിനും സമുദായത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരും. അള്ളാഹു നമുക്ക് എല്ലായ്പ്പോഴും ഖൈറ് മാത്രം, നന്മ മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കരുതി, പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മുഹൈമിൻ ഉസ്താദ് വളരെ ആശയോടെ ഈ സിസ്റ്റം പഠിച്ചെടുക്കാൻ, ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യത്തോടെ നമ്മുടെ കൂടെ വരികയും അതിങ്ങനെ പടിപടിയായി ഓരോ ഘട്ടങ്ങളും അത് പരിശീലിച്ചു വരികയും ചെയ്യുമായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ഒരു ലീവ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം, നമ്മൾ സ്ഥാപനം തുറക്കേണ്ട ദിവസം, ആ പാതിരാത്രിയിൽ ഒരു യാത്രയിൽ നമ്മളോട് വിട പറയുന്നത്. വല്ലാത്തൊരു സ്നേഹവും അതുപോലെ നല്ല സ്വഭാവവും വ്യക്തിശുദ്ധിയും ഒക്കെ ഉള്ള നല്ലൊരു പണ്ഡിതനായിരുന്നു. ചെറുപ്പക്കാരനാണെങ്കിലും കിതാബിലും അതുപോലെ ജീവിത വിശുദ്ധിയിലൊക്കെ ഒരു ഉയർന്ന വിധാനം, ഉയർന്ന നിലവാരം ഉള്ള ഒരാളായിരുന്നു. നമുക്കൊക്കെ, നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊരു താങ്ങാനാകാത്ത ഒരു വലിയൊരു ഇതായി അനുഭവപ്പെട്ടിരുന്നു. നമ്മൾ മുഹൈമിൻ ഉസ്താദിൻ്റെ ഉപ്പയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആലിമീങ്ങളായതിൻ്റെ ഒരു മഹത്വം ഞാൻ അന്നാണ് ഓർത്തുപോയത്. കാരണം പക്വതയോടെ, ഒരു അക്ഷമയും കാണിക്കാതെ, നല്ല പക്വതയോടെ, മനസ്സമാധാനത്തോടെ മകൻ്റെ മരണത്തെക്കുറിച്ചും മകനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. ഇൽമുണ്ടായാൽ, തഖ്വ ഉണ്ടായാൽ, അള്ളാഹുവിൻ്റെ നൂറ് ഖൽബിലുണ്ടായാൽ ജീവിതത്തിൽ എപ്പോഴും ഒരു മനസ്സമാധാനമാണ്. അന്നാണ് ഞാനത് ഓർത്തുപോയത്. മുഹൈമിൻ ഉസ്താദിൻ്റെ ഖബറിന് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ വല്ലാത്ത ഒരു പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രതീക്ഷ, ദീനിൻ്റെ ഇൽമിൻ്റെ വഴിയിൽ
അങ്ങനെ വലിയൊരു ശ്രമവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു 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 പണ്ഡിതൻ. ആ പണ്ഡിതന് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകും. അവരെ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി ഹദിയകൾ കൊടുത്ത ഹദിയകൾ അയക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് തരാൻ ഒരു സബബായിരിക്കും. അള്ളാഹു പ്രിയപ്പെട്ട മുഹൈമിൻ ഉസ്താദിന്റെ ഖബറിടം വലിയ, അവരുടെ പരലോക ജീവിതം വലിയ ഉയർച്ചയിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിന്റെ ഒക്കെ ഇതൊരു ഇൽമിന്റെ പേരിലുള്ളൊരു സദസ്സാണല്ലോ. അപ്പൊ ആ ഒരു ബർക്കത്ത് അള്ളാഹു, ആ ഒരു വെളിച്ചം നമ്മുടെ മുഹൈമിൻ ഉസ്താദിന്റെ ഖബറിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട ഷമ്മാസ് വളരെ ആവേശത്തോടെ സാഹിത്യോത്സവത്തിന് വേണ്ടി ഓടി നടന്ന് ഉറക്കും ഊണും ഒക്കെ ഒഴിച്ച് ഓടി നടന്ന് സ്ഥാപനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ വല്ലാത്തൊരു ക്ഷീണവും അങ്ങനെ കാണിച്ചപ്പോൾ പിന്നെ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് കോളേജിലായിരുന്നു ഉള്ളത്. അവിടെ നേരത്തെ പറഞ്ഞ അത്ര രൂക്ഷമായ പ്രശ്നം അൽഹംദുലില്ലാഹ് എല്ലായിടത്തു നിന്നും ദുആ നടന്നിരുന്നു. ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളുടെ സദസ്സിൽ വെച്ച് ദുആ നടന്നിരുന്നു ഷമ്മാസിന് വേണ്ടി. ഇപ്പം നല്ല പ്രതീക്ഷ പറയുന്നുണ്ട്. പരിപൂർണമായ ആജിലായ ശിഫാ നമ്മുടെ ഷമ്മാസിന് വേണം. അല്ലാഹുവേ, നീ കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മക്കൾക്കൊക്കെ എല്ലാത്തരം സിഹറിൽ നിന്നും അയിനിൽ നിന്നും മറ്റ് എല്ലാ ശുറൂറുകളിൽ നിന്നും ഷർറുകളിൽ നിന്നുമൊക്കെ പരിപൂർണമായി നീ ഹിഫ്ള് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ അയച്ച കുടുംബങ്ങൾ, എല്ലാ കുടുംബങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. നല്ല റിഫാഅത്തും ഉയർച്ചയും നൽകണേ റഹ്മാനെ. മുഹൈമിൻ ഉസ്താദിന്റെ ഖബർ ഷരീഫിലേക്ക്, മുഹൈമിൻ ഉസ്താദിന്റെ ചാരത്തേക്ക്, അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. കാന്തപുരം സിനാനിന്റെ വല്യപ്പാക്ക് തലച്ചോറിലൊരു മഴ ഉണ്ടായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാണ് ഇപ്പോ. അള്ളാഹുവേ, നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. സിനാന്റെ വല്യപ്പ കാന്തപുരം, അള്ളാഹുവേ, നീ പരിപൂർണമായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഒരു ചെറിയ ദുആ നടത്താം ഇൻഷാ അല്ലാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സംസാരം കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, രക്ഷിതാക്കള് തഹ്ലീല് ചൊല്ലിയ ആൾക്കാരുണ്ട്, ഫത്വ ഓതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് ഫോണിൽ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ സമയം വേണോ? ഒരുപാട് പേര് തഹ്ലീലുകൾ ചൊല്ലി അറിയിച്ചത് പറയുന്നുണ്ട്, പറഞ്ഞു കേട്ടോ. ഫോണിലാവുമ്പോ എനിക്ക് ആരാ പറയുന്നൊന്നും മനസ്സിലാവും, സിസ്റ്റത്തിലാവുമ്പോ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നുണ്ടോ? മോന് വേണ്ടി പ്രത്യേകിച്ച് ദ്വാരക്കണേ. ഓ ഇൻഷാ അല്ലാഹ്. നമ്മളെ കാന്തപുരം അല്ലേ? അല്ല, അണ്ടോണ മുഹമ്മദ് ഇഷാം. ഓക്കെ 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 ഓക്കെ.
ഓ ഇൻഷാ അല്ലാ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വാർക്കും, നമ്മളെ കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും പ്രത്യേകിച്ച് ദ്വാർക്കും, എല്ലാ സദസ്സിലും ദ്വാർക്കും ഇൻഷാ അല്ലാ. അപ്പൊ ഇൻഷാ അല്ലാ നമ്മളെ ഖുർആൻ ഖത്തുമുകൾ ധാരാളം ഓതിയിട്ടുണ്ട്, ഒരുപാട് തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്, യാസീനുകളും മറ്റു സൂറത്തുകളൊക്കെ ധാരാളം സദസ്സുകളിൽ ഓതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ രക്ഷിതാക്കൾ ഓതിയ ഈ ഖത്തുമും തഹ്ലീലും അള്ളാഹുവെ എല്ലാം നീ നമ്മളെ പ്രിയപ്പെട്ട മുഹീമിൻ ഉസ്താദിന്റെ ഖബർ ഷരീഫിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ, അവരെല്ലാവർക്കും നീ ഖബറിൽ ഇതിന്റെ തത്തുല്യ പ്രതിഫലം എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവെ അവരുടെയൊക്കെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്. അൻവർ ഉസ്താദ് ആർക്ക് നമ്മളെ രക്ഷിതാക്കളെ കൂട്ടത്തിൽ തന്നെ വലിയ ആലിമീങ്ങളായ ആൾക്കാരൊക്കെ ഉണ്ട്. ഷുക്കൂർ ഉസ്താദുണ്ട്, ഉണ്ട്, ഷുക്കൂർ ഉസ്താദ് ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഞാൻ ഈ ഫോൺ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്തുള്ള മദീനി ഉസ്താദ് ഉണ്ട്. തങ്ങളെ ഉസ്താദിനോട് ചേർക്കാൻ പറ. ഞാൻ ഈ ഫോണാകുമ്പോ കാണൂല, അതാ എനിക്ക് ഏതൊക്കെ രക്ഷിതാക്കളല്ലെന്ന്. ഫോണ് ഈ മറ്റത് സിസ്റ്റം ഉപയോഗിച്ച് ശീലിച്ചോണ്ട്. തങ്ങൾ ഉസ്താദ് വരക്കൂലേ? ഞാൻ ദ്വാരന്നിട്ടാ തുടങ്ങിയത്. ഉസ്താദിന്റെ എല്ലാരും കാത്തിരിക്കണേ. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ കഴിഞ്ഞ സമയം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദനായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഖുർആനും ഖത്തുമും അതുപോലെ തഹ്ലീലും ഈ സൂറത്തുകളെല്ലാം അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്നൊരു ഹദിയായി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദ്റത്തിലേക്ക് നീ ഇതിന്റെ തത്തുല്യ പ്രതിഫലം ഹദിയയായി എത്തിക്കണേ റഹ്മാനെ. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാരുടെ ഹദറാത്തുകളിലെല്ലാം നീ എത്തിക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഇൽമു ഉപകരിച്ച മഹാന്മാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ദീനി ഖിദ്മത്തിനു വേണ്ടി ഞങ്ങളെ കൂടെ സജീവമായി ഇറങ്ങിയ അബ്ദുൽ മുഹൈമിൻ അഹ്സനി ഉസ്താദ്, അവരുടെ ഖബറിലേക്ക് നീ ഇതിന്റെ തത്തുല്യ പ്രതിഫലം എത്തിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ അവരെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇതിന്റെ തത്തുല്യ പ്രതിഫലം നീ എത്തിക്കണേ റഹ്മാനെ. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അവരിൽ ഒരാളെ പോലും ഒരു ചെറിയ ശിക്ഷ പോലും നൽകാതെ ഈ ഖുർആൻ കൊണ്ട് നീ സലാമത്താക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ സദസ്സിൽ ഒരുപാട് രക്ഷിതാക്കൾ ഒരുപാട് വിഷയങ്ങളിൽ ദുആ പ്രതീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഷമ്മാസ് എന്ന ഞങ്ങളെ കുട്ടി, അവന് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. കാമിലായ ആജിലായ ശിഫ തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ കുട്ടികൾ, ഇവർക്കെല്ലാം നീ ഹിഫ്ള് നൽകണേ റഹ്മാനെ. എല്ലാവർക്കും ആഫിയത്ത് തരണേ റഹ്മാനെ. എല്ലാറ്റിലുപരി ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളെ ലക്ഷ്യം വെച്ച് ഞങ്ങളെ ചാരത്തേക്ക് വന്ന ഈ മക്കളിൽ ഒരാളെ പോലും നീ വെറുതെ വെറുങ്കൈയോടെ മടക്കരുതേ റഹ്മാനെ. നല്ല ഹിദായത്തും തഖ്വയും എല്ലാ മേഖലയിലും ഉയർന്ന നിലവാരമുള്ള മക്കളാക്കി ഞങ്ങളെ മക്കളെല്ലാരെയും നീ ഉയർത്തണേ റഹ്മാനെ. ഈ മക്കളെ ദീനിന്റെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി അയച്ച രക്ഷിതാക്കൾ, അവരെ വീടുകളിലും കുടുംബങ്ങളിലും എല്ലാറ്റിലും നീ ഉയർച്ച തരണേ റഹ്മാനെ. ആ മക്കളെ അയച്ചതിന്റെ ബഹുമതി പരിശുദ്ധ മുത്തുനബി തങ്ങളുടെ ഹദീസിൽ ആഖിറത്തിലെത്തുമ്പോൾ വലിയ മിമ്പർ നൽകും, വലിയ ഇരിപ്പിടം നൽകും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ദുനിയാവിലും ഉയർച്ചയും സന്തോഷവും നൽകാൻ ഈ ഇൽമു പഠിക്കുന്ന മക്കളെ നീ സബബാക്കണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളെ മക്കളിൽ എന്തൊക്കെയാണോ ന്യൂനതയുള്ളത് അതെല്ലാം അറിഞ്ഞ് നീ പരിഹരിക്കണേ റഹ്മാനെ. മക്കൾക്കെല്ലാ പഠനങ്ങളും ഉയർന്ന നിലവാരത്തിൽ ലഭിക്കണം. അതിനുള്ള വഴികൾ ഞങ്ങൾ മെനയുമ്പോൾ നീ അല്ലാതെ ഒരു സഹായില്ല റഹ്മാനെ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളെ ഈ കൂട്ടായ്മ അതെല്ലായിടത്തും ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കൂട്ടായ്മയായി നീ ഇതിനെ ഉയർത്തണേ റഹ്മാനെ. പടച്ചോനെ ഒരിക്കലും ദുനിയവിയായ ഒരു ലക്ഷ്യവുമില്ലാതെ
നിന്റെ ആഖിറത്തിലേക്ക് വരുമ്പോൾ നിന്റെ അടുക്കൽ ഒരു ഉയർന്ന പദവി കിട്ടണമെന്നതല്ലാത്ത ഒരു ദുനിയാവിന്റെ ലക്ഷ്യമില്ലാതെ ഇഖ്ലാസോടെ ഇതിന്റെ എല്ലാ ചലനങ്ങളും നയിക്കാൻ നിങ്ങളെല്ലാരെയും നീ സഹായിക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് നിനക്കറിയാം. ഞങ്ങളെ ഉമ്മ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഗതി തരാൻ ഒരിക്കലും ഞങ്ങൾ ചോദിക്കാൻ കാത്തു നിന്നിട്ടില്ല. ആ ഉമ്മയേക്കാൾ ഞങ്ങൾക്ക് കരുണയുള്ളവൻ നീയാണ് റഹ്മാനെ. നിന്നിൽ ഞങ്ങൾ പ്രതീക്ഷയുള്ളവരാണ് അല്ലാഹ്. നിന്നിൽ ഞങ്ങൾ പ്രതീക്ഷയുള്ളവരാണ് റഹ്മാനെ. പരിപൂർണമായി ഞങ്ങൾ നിന്നിൽ പ്രതീക്ഷിക്കുന്നു. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അലൈക തക്ലാൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാ വിഷയങ്ങളിലും സഹായിയാകണേ റഹ്മാനെ. ഒരു സിഹിറോ ഐനോ മക്രോ ഷൈത്താനോ ഒന്നിനും ഞങ്ങളുടെ മേൽ ആധിപത്യം നൽകരുതേ അല്ലാഹ്. എല്ലാ സിഹിറിന്റെ സിഹിറും ആയിനീങ്ങളുടെ ആയിനും ഹാസിദീങ്ങളുടെ ഹസദും ബാത്തിലാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഹാഫിളാകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഒരു പരിപൂർണമായ ഷാഫിയാകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ മക്കളെ ഇൽമു പഠിക്കാൻ വേണ്ടി തേടി വന്ന മക്കൾക്ക് രോഗമുണ്ടെങ്കിൽ അതിന്റെ ഷിഫാഇന് നിന്റെ ഖുദ്റത്ത് കാഫിയല്ലേ അല്ലാഹ്. നീ നിന്റെ ഖുദ്റത്ത് കൊണ്ട് പരിപൂർണമായ ആജിലായ ശിഫ തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ എല്ലായിടത്തും നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ സിൽമ അക്കാദമികളുടെ ഓരോ ക്യാമ്പസിലുള്ള മക്കൾക്കും പടച്ചോനെ നീ ഉയർച്ച തരണേ അല്ലാഹ്. അവർക്കും നാടിനും കുടുംബത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി ഉയർത്തി തരണേ റഹ്മാനെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ പടച്ചോനെ നിന്റെ റിളയല്ലാത്ത മറ്റൊന്നും കൽബിൽ വെക്കാതെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾ എല്ലാവർക്കും നീ തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ലക്ഷ്യങ്ങളൊക്കെ നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. ഇതിന്റെ പേരിൽ ആഖിറത്തിലെത്തുമ്പോൾ നിന്റെ സ്വാലിഹീങ്ങളുടെ കൂടെ നല്ല ആത്മാഭിമാനത്തോടെ ഒത്തുചേരാൻ നീ ഇതൊരു തൗഫീഖാക്കണേ റഹ്മാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ആഹ്ലാദത്തോടെ പരസ്പരം കണ്ട് സന്തോഷിക്കാൻ ഞങ്ങളെ ഈ ചലനങ്ങളൊക്കെ ഒരു സബബാക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. കുറേ പ്രധാന ഘട്ടങ്ങൾ കൂടി വളരെ വേഗത്തിൽ താണ്ടി എടുക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരുടെയും ദുആ ഉണ്ടാകണം. നിങ്ങളെല്ലാവരുടെയും നല്ല സഹകരണം ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടാകണം. എല്ലാവരുടെയും നല്ല സ്നേഹവും സന്തോഷവുമുള്ള കൂട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അൻവർ ഉസ്താദെ, നിങ്ങൾ ബാക്കി സംസാരിക്കൂലേ? ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇനി ദീർഘമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നിലവിൽ നമ്മുടെ ചാലിയം ക്യാമ്പസിൽ കുറച്ച് സംവിധാനങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ചേർപ്പൂര് നമുക്ക് ചെറിയ കുറച്ചും കൂടി സംവിധാനങ്ങളും അതുപോലെ തന്നെ കുറച്ച് അവിടെ ഭക്ഷണ സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്താനുണ്ട്. ആ ഒരു പരിമിതി ചിലപ്പോ കുട്ടികളും ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് ഒരു 1-2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭാഗത്താകണം ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും. അതില് ചെറിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ സിറാജുൽ ഹുദയുടെ ഒക്കെ തുടക്കം മുതൽ വളർന്നതാണ്. അപ്പൊ നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളൊക്കെ വളർന്ന ഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് അൽഹംദുലില്ലാഹ് ഇവിടെയൊന്നും വലിയ പരിമിതികളൊന്നും ഇൻഷാ അല്ലാഹ് വരൂല. അത്രയോ അതിന്റെ ഒരു 10-ലൊന്നും പരിമിതികളൊന്നും വരൂല. അവിടെയൊക്കെ ആ ഒരു കാലഘട്ടത്തെക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്ലാനിങ് അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ രക്ഷിതാക്കളോടും എല്ലാം വിശദമായി നമ്മൾ പങ്കുവെക്കും. ഓരോ തവണ രക്ഷിതാക്കളോടും പറയുന്നത്, നിങ്ങളും മനസ്സോർന്നെപ്പോഴും എല്ലാ വിഷയങ്ങളും പങ്കുവെക്കണം. അതിലെപ്പോഴും കേൾക്കാൻ നമ്മൾ സദാ സന്നദ്ധമാണ്. ഇനി ഒരുപാട് ഉയരാനുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല, ഒരുപാട് ഉയരാനുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി, ചില കടമ്പകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മറികടക്കും. എന്നിട്ട് നല്ല സന്തോഷകരമായ സാഹചര്യം, അതിൻ്റെ ഉയർച്ചകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേടിയെടുക്കും. സൗകര്യങ്ങളുടെ പരിമിതി ഒക്കെ നമ്മളെ മക്കളെയൊന്നും ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ ഇഷ്ടപ്പെടൂലല്ലോ. മക്കളൊന്നും ആ ഒരു അസൗകര്യത്തിൽ വളരുന്ന നമുക്ക് ഇഷ്ടമില്ല. നല്ല സൗകര്യത്തിൽ തന്നെ വളരണം, എന്നിട്ട് ഉയരങ്ങൾ താണ്ടണം എന്ന് മാത്രമല്ല,
അവർ ജീവിതത്തിൽ ഒരു മുഷിഞ്ഞു പോകാതെ ജീവിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ അവരെ ഉയർത്തി വളർത്തി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു അതിന് സാധിപ്പിച്ചു തരും. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم السلام.